എങ്ങനെയാണ് നടക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മാതാവും പിതാവും സമീപത്തുണ്ട്. അങ്ങനെ നമ്മളൊന്ന് നടക്കുമ്പോൾ, വീഴാൻ പോകുമ്പോൾ എൻ്റെ കുട്ടി വീണു എന്ന് സങ്കടത്തോടു കൂടി ഓടി വന്ന് ഉമ്മ കൊടുക്കുന്ന, അതല്ല ഒന്ന് കുട്ടി ആകെ അപ്പിട്ടു, എന്നിട്ട് ആകെ അങ്ങനെ കൈകൊണ്ട് പുരട്ടിയിട്ട് കുട്ടി വായിൽ വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ എന്തായിരിക്കും, ഒരു കടലാസ് ഒരു തേക്കിൻ്റെ ഇല കൂട്ടിയിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇടുമോ? എന്തായിരിക്കും നമ്മൾ ചെയ്യുക? അതാണ് ഉമ്മ, അതാണ് മനുഷ്യൻ, അതാണ് മാതാപിതാക്കൾ. ആ കുട്ടി എന്ത് ചെയ്യും? നല്ലോണം കുളിമുറായി നല്ലോണം തേച്ചിക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുളിമുറി കൊണ്ടിട്ട് നല്ല മണമുള്ള സോപ്പൊക്കെ തേച്ച് കഴുകിയിട്ട് തുടച്ചിട്ട് കുട്ടീനെ എന്ത് ചെയ്യും? വലിച്ചെറിയോ? ഇല്ല, നല്ലോണം ഉമ്മ കൊടുത്തു അല്ലേ? പാല് കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ വേഗം ഒന്ന് പാലും കൊടുക്കും. അത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം. അതാരാണ് സംവിധാനിച്ചത്? അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൻ്റെ ബന്ദി തടവുകാരെ കൊണ്ടുവരികയും ഹാജരാക്കപ്പെടുകയും ചെയ്തപ്പോൾ അവിടെ രണ്ട് വിഭാഗത്തുനിന്നും ആളുകളുണ്ട്. അതിലൊരു സ്ത്രീ, ശത്രു വിഭാഗത്തിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ ഓടിച്ചെന്നിട്ട് അതിൻ്റെ കുട്ടിയെ, ആ മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു കുട്ടിയുണ്ട് അവിടെ, കുട്ടീനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഓടിച്ചെന്ന് ആരോടും ചോദിക്കുകയും പറയും ചെയ്ത് വകഞ്ഞു മാറ്റി ആ കുട്ടിയെ പോയി എടുത്തിട്ട് അവരൊരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ആ കുട്ടിക്ക് പാല് കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തെളിവായിക്കൊണ്ട് വലിയൊരു പ്രഖ്യാപനം അവിടെ നടത്തി. ഈ കുട്ടിയെ ഇങ്ങനെ ബന്ദികളുടെ കൂട്ടത്തിൽ കുറേ ദിവസമായി കാണാതിരുന്ന തൻ്റെ കൊച്ചു പൈതലിനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് പാല് കൊടുത്ത ആ ഉമ്മ എന്നെങ്കിലും ഈ കുട്ടിയെ തീയിലെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ വിചാരിക്കുന്നില്ല, നമ്മളത് ചെയ്യൂല. നമ്മുടെ കുട്ടിയെ നമ്മൾ തീയിലെറിയൂല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. എന്നാൽ അവിടെ അല്ലാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നിങ്ങളുടെ ഈ മക്കൾ, നിങ്ങളുടെ ഈ കുടുംബം, ഈ ആളുകൾ, ഈ ബന്ധുക്കൾ നിങ്ങളെ തടയാതിരിക്കട്ടെ, നിങ്ങൾക്ക് നാശം വരുത്താതിരിക്കട്ടെ, നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അന്തിക്കിരില്ല. എവിടെയും നമ്മൾ പരമപ്രധാനമായും ഓർക്കേണ്ടത് പടച്ചവനെയാണ്. ആ പടച്ചവൻ സംവിധാനിച്ച സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാത്സ്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് നമ്മൾ ഈ കുടുംബത്തെ കൊണ്ട് നടക്കുന്നത്.